പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ ജാഥയുടെ സ്വീകരണ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗവും ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രകാശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സാംസ്കാരിക ജാഥ ഇന്നലെ സഖാവ് KV അബ്ദുൽ ഖാദർ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദു ടീച്ചർ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ടുള്ള ജാഥ 25, 26, 27, 28 ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അടുത്ത മാസം നടക്കുന്ന 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി സാംസ്കാരികമായി എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാംസ്കാരിക രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും എന്തുകൊണ്ട് സാംസ്കാരിക മേഖല ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കാനുള്ളത്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാംസ്കാരിക ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൊടും വേനലിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഈ ജാഥ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ വേനൽ ചൂട് അനുഭവിക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ കാക്ക പോലും പുറത്തേക്കിറങ്ങാൻ മടിക്കുന്ന ഈ സമയത്ത് ഈ സാംസ്കാരിക രംഗത്തുള്ള കലാകാരന്മാർ എന്തിനാണ് ഈ സമയത്ത് നമ്മൾ തെരുവോരങ്ങളിൽ നാടകം കളിച്ചും പാട്ടുപാടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ലോകത്ത് യുദ്ധം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാഖും അതുപോലെ തന്നെ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ പോലും ഈ വിഷയം നമുക്ക് അനുഭവിച്ചു തുടങ്ങി. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന വിദേശ നയവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചേരിചേരാ നയം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാമ്രാജ്യത്വ വിധേയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിടുപണിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് കോവിഡിന് സമാനമായ അവസ്ഥയിലേക്ക് വരുന്നു, നിങ്ങൾ സജ്ജമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ ഇടയിലുണ്ട്. അദ്ദേഹം ഈ പെട്രോളിയം സഹമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇതിന് നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്ത് ഒരു ശക്തമായ നിലപാട് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കഷ്ടപ്പാടുകൾ നമ്മുടെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകല്ല. നമുക്കറിയാം ഇറാനിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവരുടെ വിദ്യാലയങ്ങളുടെ മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് 150ഓളം പിഞ്ചു കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. അതിനു മുമ്പും പാലസ്തീനിലും ഇതിനെ സംബന്ധിച്ച്
കൂട്ടക്കുരുതി നടത്തിയ കാര്യം നമുക്കറിയാം. ഇതിനൊക്കെ അനുകൂലിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്. എത്ര സാംസ്കാരിക ശൂന്യമായിട്ടാണ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പോലും പഴയ ആചാരങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കുടപിടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണെങ്കിൽ ജനഹിതമായ എത്രയോ നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൂഴ്ത്തിവെക്കാവുന്ന രീതിയിലുള്ള പത്രമാധ്യമങ്ങളുടെ ഇടപെടൽ പോലും ഈ രംഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക ജാഥയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥ നയിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ജില്ലയിലെ അമരക്കാരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ വിനയകുമാറാണ്. വിനയകുമാറിനെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജാഥ മാനേജരായി വർക്ക് ചെയ്യുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ജോഫിയാണ്. മാഷെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജാഥ സ്ഥിരാംഗങ്ങളായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള രമ ടീച്ചർ ഈ ജാഥയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. രമ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സുരേഷ് പുതുക്കുളങ്ങര, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള നിരവധി കലാകാരന്മാരും ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ചേർപ്പ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ജാഥ, സാംസ്കാരിക ജാഥ കാണുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷനായി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ സാംസ്കാരിക ജാഥ വൈകാതെ ഇവിടെ വന്നതിൻ്റെ കലാപ്രകടനങ്ങൾ നടത്തും. ആമുഖ ഭാഷണത്തിനായി മുന്നേറ്റം എന്ന സാംസ്കാരിക ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള വിനയേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വാഗതപ്രസംഗം പറഞ്ഞ പോലെ ഇന്നലെ വൈകുന്നേരം ഇരിഞ്ഞാലക്കുടയിലെ പുല്ലൂരിൽ വിശാലമായ ഒരു പാടത്തിന് നടുവിൽ ജില്ലാതലത്തിലെ നമ്മുടെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോട് കൂടിയാണ് ഈ ജാഥ ആരംഭിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ KV അബ്ദുൽ ഖാദറാണ്. ആ ചടങ്ങിൽ നമ്മുടെ സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു, ഇരിഞ്ഞാലക്കുടയിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള പ്രൊഫസർ R ബിന്ദു മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ C രാവണിയാണ് അവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത്. തുടർന്ന് ആ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ കലാവതരണവും ജാഥാംഗങ്ങൾ 3 ദിവസമായി പരിശീലന കളരിയിൽ പുല്ലൂർ ചമയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കെടുത്ത് രൂപപ്പെടുത്തിയ കലാപരിപാടികളിലുണ്ട്. ആദ്യ അവതരണവും അവിടെ നടന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുസാവരി കുന്നിൽ കരൂപ്പടനയിൽ ആണ് ആദ്യത്തെ അവതരണം. രാവിലെ 9:30 നടന്നത്. ജാഥയുടെ ആദ്യത്തെ സ്വീകരണ ചടങ്ങ് അവിടെയായിരുന്നു. അതിനുശേഷം അതിരപ്പള്ളിക്കടുത്ത് കാഞ്ഞിരപ്പള്ളിയിൽ വിപുലമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ കലാകാരന്മാരും എഴുത്തുകാരൊക്കെ സംവദിക്കുകയും കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മൂന്നാമത്തെ അവതരണം
നെല്ലായിൽ വയലൂർ റോട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചു. ഉടനെ കലാകാരന്മാരൊക്കെ ഇവിടെ എത്തിച്ചേരും. ഇതിനുശേഷം ഇതിൻ്റെ ഇന്നത്തെ സമാപനം ശ്രീനാരായണപുരത്ത് വിപുലമായ വളരെ വലിയ രീതിയിലുള്ള ഒരു ചടങ്ങോടുകൂടി ശ്രീനാരായണപുരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പരിപാടികളുടെ അവതരണത്തോടുകൂടി നടക്കും. അതിനുശേഷം നാളെ 27-ാം തീയതി 28-ാം തീയതിയും ജാഥയുടെ പ്രയാണം തുടരുകയും 28-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് മണ്ണുത്തിയിലെ നെല്ലങ്കര സെൻറ്ററിൽ ജാഥയുടെ സമാപനം ചടങ്ങ് അവതരണത്തോടുകൂടി വിവിധ കലാപരിപാടികളുടെ അവതരണത്തോടുകൂടി സമാപിക്കും. എന്തിനാണിപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ ജാഥ എന്ന് പറഞ്ഞ് നടക്കണമെന്ന് ചോദിക്കാം. എല്ലാവരും വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ കലാപരിപാടികളായിട്ട് നടക്കുന്നു, എന്തിനാണ്, എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കാം. വിവാദങ്ങൾ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. കലയും സാഹിത്യമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, മണ്ണിൻ്റെ ഭാഗമാണ്. കലയും സാഹിത്യവും ആവേശിച്ചിട്ടില്ലാത്ത ആളുകൾ കേരളത്തിൽ കുറവായിരിക്കും. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കാസർഗോഡൊക്കെ ചെന്നാൽ പറയുക, എല്ലാവരും പറയുക ഞങ്ങളൊക്കെ നാടകക്കാരാണെന്നാണ്. ചാക്കോടിക്കറിയാതെ വടക്കൻ മേഖല അങ്ങനെയാണ്, ഞങ്ങളൊക്കെ നാടകക്കാരാണ്, ഞങ്ങളെക്കാൾ ഈ എന്താ പറയുക മികച്ച ആളുകളൊക്കെ ഉണ്ടാവാം, എന്നാലും ഞങ്ങൾ നാടകരംഗത്ത് പ്രവർത്തിക്കും. അങ്ങനെ സർഗാത്മകതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ ഏറെയുമുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ കലയിലൂടെ, കലാരൂപങ്ങളിലൂടെ, പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ പറയാനുള്ള ശ്രമമാണ് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ജില്ലാ സാംസ്കാരിക ജാഥയിലൂടെ ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇടതുപക്ഷ ഭരണം മൂന്നാമതും കേരളത്തിൽ വരേണ്ടതുണ്ടോ? അങ്ങനെ വന്നാൽ ആ പാർട്ടി നശിക്കില്ലേ എന്നൊക്കെയാണ് ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ മൂന്നാമത് വരാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? അതായത് അഴിമതി രഹിതമായ ഒരു ഭരണം നടക്കുന്നു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നിത്യേനയെന്നോണം വീട് പണിത് വീടില്ലാത്തവർക്ക് 5 ലക്ഷം വീട് വരെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. ഇങ്ങനെ അതിവിപുലമായ വ്യാവസായിക രംഗത്തും നിർമ്മാണ മേഖലയിലൊക്കെ വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് അഴിമതി രഹിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനിത് തുടരണ്ട എന്ന് പറയുന്നത് കുറച്ചൊക്കെ അഴിമതി വേണം എന്നുള്ളത് കൊണ്ടാണോ? ഞങ്ങൾക്ക് ഇങ്ങനെ അഴിമതി ഇല്ലാണ്ട്, കറണ്ട് കട്ടില്ലാണ്ട് ഒക്കെ എങ്ങനെ ജീവിക്കുക? അതൊക്കെ ഇടയ്ക്ക് വേണമല്ലോ. അതിനുവേണ്ടിയാണോ? കുറച്ചൊക്കെ അവനവൻ്റെ കാര്യം നടക്കാൻ, എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി ഉള്ള ഭരണം കേരളത്തിൽ തിരിച്ചു വരണം എന്നുള്ളതാണോ? കുറച്ചൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? ചില ആളുകൾ എല്ലാവർക്കും ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു, എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും, ചികിത്സാ സൗകര്യം എല്ലാവർക്കും സൗജന്യമായി കിട്ടത്തക്ക സംവിധാനം ഉണ്ടാക്കുന്നു. അങ്ങനെ റോഡ് നിർമ്മാണം വളരെ ഗംഭീരമായി കേരളത്തിൽ നടന്നിരിക്കുന്നു. ഇതൊക്കെ ആവുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? അപ്പോൾ ചിലർ വിചാരിക്കുക ഞങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് വലിയ വലിയ ആളുകളല്ലേ, വലിയ വലിയ പ്രാസംഗികർ, വലിയ വലിയ വിവാദ വ്യവസായികൾ അല്ലേ? അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും തരുന്ന ഒരു സർക്കാരല്ലല്ലോ ഇത്, എല്ലാവർക്കും കൂടി കൊടുക്കണതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്നാണോ ഇവരുദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് മൂന്നാമത് ഈ സർക്കാർ വരണ്ട എന്ന് തീരുമാനിക്കുന്നത്. നമുക്കൊരു സംശയമില്ല, കേരളത്തെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ, പറഞ്ഞാൽ നമുക്ക് കണക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ കോടി രൂപയുടെ വിഹിതം, അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ച് ഇവിടെ ഇനി ഭരണമേ നടക്കില്ല എന്ന് സ്വപ്നം കണ്ട കേന്ദ്ര ഭരണാധികാരികൾ, അതിന് മറികടക്കാൻ ഇവിടെ നമ്മൾ മാർഗം കാണുമ്പോൾ ഇവരിങ്ങനെ തോൽപ്പിച്ചാൽ ഇവർ തോൽക്കില്ല എന്നാണോ? ഇല്ല.
കോവിഡ് വന്നാലും നമ്മൾ തോൽക്കില്ല. ഇനിയിപ്പോൾ ഇവർ യുദ്ധം കാരണം സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറവ് പറഞ്ഞ് അമേരിക്ക പറഞ്ഞത് കേട്ട് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ LPG സിലിണ്ടറും പെട്രോളിയം ഉൽപ്പന്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞാലും കേരളം തോൽക്കില്ല. അതിശക്തമായൊരു സർക്കാർ, സംസ്ഥാന സർക്കാർ ഇവിടെ ഇപ്പുണ്ട്. ഇതിനെ നമ്മൾ നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊന്നും വെറുതെ എന്താ പറയുക, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ആ വാക്കന്നെ. എന്തിനാ ഇവർ സാമ്രാജ്യത്വം? ലോകത്തിലെ മറ്റു രാജ്യം, അമേരിക്കയുടെ കാര്യം, ചൈനയുടെ കാര്യം എന്തിനാ ഇവിടെ വന്ന് പറയണേന്നാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയെ പിടിച്ച് കൊല്ലുകയാണ്, മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോവാണ്. ഇതൊക്കെയാണ് ഒരു രാജ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ സ്വേച്ഛാധിപതികളെന്നും സാമ്രാജ്യത്വ അധിപതികളെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ നമ്മൾ ഇവരായിട്ട് നേരിട്ട് ബന്ധമില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ ജനതയ്ക്ക് എന്ത് ബന്ധം ഈ യുദ്ധത്തിൽ? പക്ഷേ യുദ്ധത്തിലെ അതിൻ്റെ വിക്ടിമൈസേഷൻ വിധേയമാവുന്നത് നമ്മളാണ്. ഇരകളായിത്തീരുന്നു നമ്മൾ. ഈ യുദ്ധത്തിൽ ഒരു തരത്തിലും പങ്കുവഹിക്കാത്ത, ഇറാൻ്റെ എണ്ണ പിടിച്ചെടുക്കാൻ, ഇറാൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കാൻ നമ്മൾ തടയാൻ പോയോ? നമുക്കവിടെ ഒരു റോളില്ലല്ലോ. നമ്മുടെ ഭരണാധികാരി, ഇന്ത്യൻ ഭരണാധികാരിയാണെങ്കിൽ അമേരിക്കയുടെ കൂടെയാണ്. അവർ പറയുന്നത് കേൾക്കുക. നിങ്ങൾ 1 മാസത്തേക്കുള്ള എണ്ണ അവിടെ നിന്ന് മേടിച്ചോളൂ, പെർമിഷൻ തരണം, ഒപ്പിട്ട് തരണം. ഇന്നലെ മോദി വിളിച്ചു എന്നാണ്. ഞങ്ങൾ കുറച്ചും കൂടി മേടിക്കട്ടെ. ശരി, കുറച്ചും കൂടി മേടിച്ചോളൂ, അത് കഴിഞ്ഞ് പിന്നെ മേടിക്കണമെങ്കിൽ ഞങ്ങൾ പറയാം എന്നുള്ളതാണ്. ഇങ്ങനെ ഏറ്റവും ലജ്ജാകരമായ രീതിയിൽ ഒരു ഭരണം കേന്ദ്രത്തിൽ അരങ്ങേറുമ്പോൾ അത് ഏറ്റവും വല്ലാത്ത രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ്. സ്വാഗതപ്രസംഗം പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു MP പെട്രോളിയം വകുപ്പിൻ്റെ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ പത്രപ്രതിനിധികൾ ചോദിച്ചു, LPG സിലിണ്ടർ ഒന്നും കിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം? ആ വക ചോദ്യങ്ങളൊക്കെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ചോദിക്കുന്നതാണ്, ഡൽഹിയിൽ. അല്ലാണ്ട് ഇവിടെ വെച്ചൊന്നും മറുപടി പറയാൻ പറ്റില്ല. എല്ലായിടത്തും നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനുള്ള ആളല്ല ഞാൻ എന്നാണ് മന്ത്രി പറയണേ. വിവരദോഷത്തിൻ്റെ അങ്ങേതല എന്ന് പറയാം. അതന്നെ എവിടേക്കാണ് രാജ്യം പോകുന്നത് എന്നുള്ളതിന് കൃത്യമായ സൂചനകൾ ഈ യുദ്ധത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക്, മുതലാളിത്ത ശക്തികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ഭരണകൂടമാണോ നമുക്ക് വേണ്ടത് എന്നുള്ള ചോദ്യം അതിശക്തമായി ഇപ്പോൾ ഉയർത്തിയില്ലെങ്കിൽ തോറ്റുപോകും നമ്മൾ. പ്രകൃതി ശക്തികളോട് നമ്മൾ തോറ്റിട്ടില്ല. ഏറ്റവും വലിയ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ തോറ്റിട്ടില്ല, തോൽക്കുകയുമില്ല. അതൊക്കെ കൃത്യമായ ഈ എന്താ പറയുക, അടിത്തറയുള്ള നിലപാടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ചെയ്യേണ്ടത്? 1 രൂപ സർക്കാരിന് നികുതി വരുമാനം അധികം കിട്ടിയാൽ ആ 1 രൂപ ഇങ്ങനെ പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കും എന്നാലോചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. എപ്പോഴും 24 മണിക്കൂറും. ചീഫ് മിനിസ്റ്റർ വിത്ത് മീ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, എപ്പോഴും വിളിക്കാം. 24, ഇപ്പോൾ വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക്. 24 മണിക്കൂർ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, ഇതിനെന്താണ് പരിഹാരം? സർക്കാരിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ 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 മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ സ്വപ്നം കാണാത്ത വിധത്തിലുള്ള, അപ്പോൾ ഒരു വലിയ പദ്ധതികൾ കേരളത്തിൽ രൂപം കൊണ്ടുവരുന്നു. ആശുപത്രികൾ, വ്യവസായശാലകൾ, സ്കൂളുകൾ എല്ലാം വളരെ വലിയ രീതിയിൽ നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു, വിപുലമായിരിക്കുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതി, നിങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് പണം? ഇതൊക്കെ നിങ്ങൾ കടം മേടിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഞങ്ങളെ മുഴുവൻ കടക്കാരാക്കിയല്ലേ നിങ്ങൾ? അതാണ് ചോദ്യം. ഞങ്ങളെ മുഴുവൻ കടക്കാരാക്കിയിട്ട് നിങ്ങളിങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് കടക്കാരാവുന്നത്? 10 കൊല്ലത്തിന് ശേഷം പണിയേണ്ട സംഗതി ഇപ്പോൾ പണിതിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള പണത്തെ, നമ്മൾ കടം വാങ്ങിക്കുന്ന പണത്തിൻ്റെ മൂല്യം അതിൻ്റെ 100 ഇരട്ടിയായി വർദ്ധിക്കുന്നു വെച്ചാൽ പിന്നെ എവിടെ കടം? ആ നിമിഷം, റോഡ് നിർമ്മിച്ച നിമിഷം മുതൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ ഉപയോഗിക്കുന്നതിന് മൂല്യമുണ്ട്. പല സംഗതികൾ അതുകൊണ്ട്, ഈ റോഡുള്ളത് കൊണ്ട് ഒരുപാട് സംഗതികൾ ഇവിടെ നടക്കുന്നു.
വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനും എല്ലാം പൊതുമേഖലയ്ക്കും എല്ലാവർക്കും വലിയ രീതിയിൽ അത് പ്രയോജനപ്പെടുകയാണ്. അവരുടെ ലാഭം വർദ്ധിക്കുകയാണ്, അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുകയാണ്. കടന്നല്ല അതിന് പറയുക, അത് ധനമാണ്. നമ്മുടെ സർക്കാരിന് ഒരു ഭാഗത്ത് കൂട്ടിവെച്ച പണമുള്ളത് നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയിട്ട് സർക്കാർ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതിനെ കടം വാങ്ങുന്നു എന്ന് സാങ്കേതികമായി മാത്രമേ പറയാൻ കഴിയൂ. ശരിയാർത്ഥത്തിൽ കടമയല്ല, അതിൻ്റെ മൂല്യം ആ നിമിഷം മുതൽ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ആ നിമിഷം മുതൽ ജനങ്ങൾക്കത് ഉപകാരപ്രദമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസ്ഥാനം ഇതുവരെയില്ലാത്ത വിധത്തിലുള്ള സമ്പന്നമായ ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് വിവാദ വ്യവസായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. നുണ പറയുക. ഇപ്പം എന്താ, സർക്കാർ ഈ റേഷൻ കടകളിലൊക്കെ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പറയണെന്ന് വെച്ചാൽ അത് കേന്ദ്രം തന്നേരനല്ലേ, നിങ്ങളത് വിതരണം ചെയ്യണം മാത്രമല്ല കേന്ദ്രമല്ലേ ഇതൊക്കെ തരുന്നത്. ഇതാണ് ചോദ്യം. ഇതിൻ്റെ വസ്തുത എന്താ? കേന്ദ്രം ഇവിടെ തരുന്നത് പോലെ തന്നെയാണല്ലോ ബീഹാറിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. ഇവിടെ തരുന്നത് പോലെ തന്നെയല്ലേ കൊടുക്കുന്നു. പക്ഷെ ബീഹാറിൽ പോയി നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയ സ്ഥിതി എന്താ? റേഷൻ കടകൾ ഇതുപോലെ എല്ലാ ദിവസവും തുറക്കുന്നുണ്ടോ? ഇല്ല. 5-6 കിലോമീറ്റർ നടന്നു പോയി റേഷൻ കടയിലെത്തുന്ന ഒരു സാധാരണ മനുഷ്യൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇന്നല്ല തുറക്കുക, ശനിയാഴ്ച തുറന്നു, ഇനി അടുത്ത തിങ്കളാഴ്ച ഇല്ല, ബുധനാഴ്ച തുറക്കും. ഇത് എഴുതി വയ്ക്കുന്നില്ല, ആരോടും പറയുന്നില്ല. അവിടുത്തെ റോഡുകളോ, നിങ്ങൾ ഉത്തരേന്ത്യൻ്റെ ഗ്രാമീണ മേഖലയിലെ റോഡുകളൊന്ന് പോയി പരിശോധിക്കുക, കേരളത്തിലെ റോഡും പരിശോധിക്കുക, പോയിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ സ്ഥിതി. റോഡില്ലാത്തടത്ത് കൂടിയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്, പാടത്ത് കൂടെ, വരമ്പുമ്മ കൂടെ. ഉള്ള സീറ്റിലിരുന്നിട്ടുള്ള വാഹനം ഓടിക്കലല്ല. 1 ഇഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് പൊത്തിപ്പിടിച്ച് നിന്ന് വാഹനം ഓടിക്കുന്ന രീതി നമുക്ക് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ കാണാൻ പറ്റും. ഇവിടെ അതാണ് സ്ഥിതി. ഇവിടെ നമ്മൾ അങ്ങനെയല്ലല്ലോ. അപകടം പരമാവധി കുറയ്ക്കാനുള്ള വിദ്യകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ ക്യാമറ വഴി അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതെ, ക്യാമറ അഴിമതിയാണ് കേട്ടോ. അപ്പോൾ പറയേ, ക്യാമറ പാടില്ല. എത്ര കേസുകൾ സർക്കാരിനെതിരായിട്ട്, എത്ര പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വരുമ്പോഴൊക്കെ കോടതിയിൽ പോയിട്ട് തോറ്റു തുന്നം പാടി വന്ന UDFൻ്റെ തലപ്പത്തുള്ള ആളുകൾ, എത്ര കേസുകൾ നമുക്കറിയാലോ. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ലേ കുറേ കാലം, എവിടെ വരെ പോയി? ഒക്കെ എല്ലാ കേസുകളും അവിടെ എത്തുമ്പോൾ തോൽക്കുകയാണ്. ഹൈക്കോടതി ഓരോ ദിവസവും, ഇന്നും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഒരു സംഗതി, ബഹു തമാശയാണ്. മന്ത്രി കെ രാജൻ എന്തോ അപകടകരമായി ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഹൈക്കോടതി വിധി വന്നു എന്നാണ് രാജനെതിരായിട്ട് ആര് പ്രചരിപ്പിക്കുന്നത്? കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള ഉള്ളൂരത്തെ സ്ഥാനാർത്ഥി പ്രചരിപ്പിക്കുന്നത്. കോടതി പറഞ്ഞേക്കണേ പരസ്യമായി ഇയാൾ മാപ്പ് പറയണം എന്നാണ്. പരസ്യമായി മാപ്പ് പറയണം ഈ കോൺഗ്രസ് നേതാവ് എന്ന് കോടതിക്ക് പറയേണ്ടി വരികയാണ്. 5 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കേസുമായിട്ട് പിറകോട്ട് പൊക്കോളൂ എന്ന് കോടതി വേറൊരു കോടതിക്ക് പറയേണ്ടി വരും ഒരു ഘട്ടത്തിൽ. ഇങ്ങനെ തൊട്ട ദിനത്തിൽ കേസിന് പോയി തോറ്റു തുന്നം പാടിയ ആളുകളാണ് ഇപ്പം ജനങ്ങളെ UDFൻ്റെ പാനലിൽ നിന്ന് മത്സരിക്കാൻ വരുന്നത്. അപ്പം നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇവർ പറയുന്ന നുണകളിൽ വീഴേണ്ട യാതൊരു കാര്യമില്ല. 5 ലക്ഷം വീട് കയ്യിൽ കിട്ടി അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചുരൽമലയിൽ മുണ്ടക്കൈയുടെ പേര് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അതിപ്പോൾ എവിടെയെന്ന് കാണാനില്ല എന്നാണ് UDFൻ്റെ. പിരിച്ചെടുത്ത കണക്ക് കൊടുക്കേണ്ട സമയത്ത് ആ കണക്ക് കൊടുക്കുന്ന കണക്കിൽ ഈ കാശില്ല, എവിടെയോ പോയി. അതാണ് സ്ഥിതി. നേരെ മറിച്ച് കേരള ഭരണം ചെയ്തതെന്താണ്, ഭരണകർത്താക്കൾ ചെയ്തതെന്താണെന്ന് നമുക്കറിയാലോ. പാവപ്പെട്ടവർ ലിസ്റ്റ് ഉണ്ടാക്കി, അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് വീട് പണിത് കൊടുക്കുന്നു, അവിടെ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നു, അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു, ആരോഗ്യ കേന്ദ്രം ഉണ്ടാക്കുന്നു. ഏതൊക്കെ ഒരു 1 ലക്ഷം രൂപ അധികം കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ വാങ്ങാൻ പറയുന്നു. ഇതൊക്കെ മനുഷ്യരുടെ ഒപ്പം നിൽക്കുന്നു. മനുഷ്യത്തെ എന്താണെന്ന് അറിയുന്ന ഭരണാധികാരികൾക്ക് ഇതൊക്കെ കഴിയുള്ളൂ, അപ്പുറത്തുള്ളവർക്ക് ഇത് കഴിയില്ല. അപ്പം അങ്ങനെ ഒരു ഭരണം ഇപ്പം നിലവിലുണ്ട്. അത് തുടരണം എന്ന് പറയാൻ കലാപരമായും സാഹിത്യ
രീതികൾ ഉപയോഗിച്ചും ഒക്കെ പറയാനുള്ള ശ്രമമാണ് പുരോഗമന കലാസാഹിത്യ സംഘം നടത്തിക്കൊണ്ട്. ഞാൻ വിശദമായി വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തിനാണ് ഈ ജാഥ എന്നുള്ളതിൻ്റെ ഒരു ആമുഖം പ്രഭാഷണം നടത്തുകയാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം.